നിലവിൽ നഗരസഭ സ്ഥാപിക്കുന്ന മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റിന്റെ ട്രയൽ റൺ പൂർത്തിയായി കഴിഞ്ഞു. പദ്ധതി പൂർത്തിയാകുമ്പോൾ കൊടുങ്ങല്ലൂരിന്റെ മാലിന്യ പ്രശ്നങ്ങൾക്ക് ഇത് ശാശ്വത പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ജൈവസമ്പുഷ്ടമായ പൊക്കാളിപ്പാടങ്ങളുടെ സാന്നിധ്യം കൊടുങ്ങല്ലൂരിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുകയാണ്. 700 ഹെക്ടറോളം പൊക്കാളിപ്പാടമാണ് നഗരസഭാ പ്രദേശത്തുള്ളത്. ഇതിൽ നല്ലൊരു ശതമാനത്തോളം തരിശിട്ടിരിക്കുകയായിരുന്നു. ബാക്കിയുള്ളവയാകട്ടെ വേണ്ടത്ര പ്രോത്സാഹനം ലഭിക്കാത്ത നിലയിലുമായിരുന്നു. നെല്ലും ചെമ്മീനും ഒന്നിടവിട്ട് കൃഷി ചെയ്യുന്ന രീതിയിലേക്ക് ഈ മേഖല മാറ്റിയെടുത്തതോടുകൂടി കർഷകർ ഇപ്പോൾ സന്തുഷ്ടരാണ്. നെൽകൃഷിക്ക് ഹെക്ടറിന് 1000 രൂപയുടെ ധനസഹായവും ഇപ്പോൾ നഗരസഭ നൽകുന്നുണ്ട്. മത്സ്യകേരളം പദ്ധതിയിലൂടെ ചെമ്മീൻ കുഞ്ഞുങ്ങളെ നൽകി ചെമ്മീൻ കൃഷി പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു. മത്സ്യകൃഷിക്കും നഗരസഭ സഹായങ്ങൾ നൽകുന്നുണ്ട്. തടം തുറന്ന് ചെളിയിടുന്നതിനും വെള്ളം കെട്ടി നിർത്താനായി തെണ്ട് നിർമ്മിക്കുന്നതിനും കർഷകർക്ക് ധനസഹായം വിതരണം ചെയ്തു. ഒരു തെങ്ങിന് 30 രൂപ എന്ന തോതിലായിരുന്നു ഇത്. ഏതാണ്ട് 1800ഓളം കർഷകർക്കാണ് ഇത്തരത്തിൽ ധനസഹായം ലഭിച്ചത്. ജൈവ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വിത്തുകൾ സൗജന്യമായി നൽകിയ നഗരസഭ മണ്ണിര കമ്പോസ്റ്റ് പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിനും കർഷകരെ സഹായിച്ചു. നഗരത്തിലെ വ്യാപാര സൗകര്യം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 4 കോടി രൂപ മുടക്കി നിർമ്മിച്ച ഷോപ്പിംഗ് കോംപ്ലക്സ് കൊടുങ്ങല്ലൂരിന് പുതിയ മുഖമാണ് നൽകുന്നത്. ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിലും പുത്തൻ പദ്ധതികൾ ആവിഷ്കരിച്ച് കൊടുങ്ങല്ലൂരിന്റെ വികസനം ഉറപ്പുവരുത്താനാണ് നഗരസഭ ശ്രമിക്കുന്നത്. നമുക്കിനി രോഗങ്ങൾ വ്യാധികൾ വേണ്ട വേണ്ടേ നമുക്കി കൊതുകിന്റെ താണ്ഡവം. വീടും പരിസരവും വൃത്തിയാക്കൂ, കൊതുകിന്റെ താവളങ്ങൾ നശിപ്പിക്കൂ, മാരക രോഗങ്ങളോട് വിട പറയൂ, വീണ്ടും ഒരു ദുരന്തമൊഴിവാക്കൂ. നാടിനെ നമ്മുടെ വീടായി കരുതണം, വൃത്തിയായി ഭംഗിയായി സൂക്ഷിക്കണം. രോഗം പരത്താത്ത മണ്ണിന്റെ മാറിലെ ആരോഗ്യമോടെ ജനങ്ങൾ വാഴൂ. എന്റെ കേരളം മാലിന്യമുക്തം. മഴക്കാലം ഇങ്ങെത്തി, ഒപ്പം മഹാരോഗങ്ങളും. ഇതിന് പരിഹാരമാർഗം ഒന്നേ ഉള്ളൂ. ഓരോരുത്തരും അവരവരുടെ വീടുകൾ ശുദ്ധമായി സൂക്ഷിക്കുക. കൊതുക്, ഈച്ച തുടങ്ങിയ രോഗവാഹകരായ ജീവികൾ പെരുകുന്ന സാഹചര്യം ഒഴിവാക്കുക. മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ആരോഗ്യ പ്രവർത്തകരുമായി സഹകരിക്കുക. അത് മഹത്തായ പൗരധർമ്മമാണ്. വീടും പരിസരവും വൃത്തിയാക്കാം, പകർച്ചവ്യാധികൾ ഒഴിവാക്കാം. കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് മാലിന്യ പ്രശ്നം. ക്ലീൻ കേരള പദ്ധതിയിലൂടെ ഇതിനൊരു മാറ്റം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ഈ നഗരസഭ. ചേച്ചി ഇതൊക്കെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? എവിടെ? ചുങ്കം. അവിടെ എന്ത് ചെയ്യണം? കൊണ്ടുപോവാ. മലപ്പുറം നഗരസഭയെ മാലിന്യമുക്തമാക്കുന്നതിനും ഹരിതഭംഗിയുള്ള ഒരു പ്രകൃതി ഒരുക്കുന്നതിനും മാലിന്യമുക്ത മലപ്പുറം ഒരു ഹരിത നഗരി എന്നീ 2 ബൃഹത്തായ പദ്ധതികൾ ബഹുജന പങ്കാളിത്തത്തോടുകൂടി നടപ്പിലാക്കുന്നു. ഇത് ഹനീഫ, ഖരമാലിന്യ സംസ്കരണ പ്ലാന്റിലെ മാനേജർ. എത്ര മാലിന്യത്തിൽ നിന്ന് എത്രത്തോളം വളം ലഭിച്ചു? ഏകദേശം 12 ടണ്ണോളം ഇവിടെ ഡെയിലി മാലിന്യങ്ങൾ എത്തുന്നുണ്ട്. അതിൽ നിന്ന് 1 ടണ്ണിൽ കൂടുതൽ ജൈവവളം ഉൽപ്പാദിപ്പിക്കാനുള്ള വളമുള്ള നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത് മലപ്പുറം നഗരസഭയിൽ ഏറ്റവും കൂടുതൽ ജലദൗർലഭ്യം അനുഭവപ്പെടുന്ന പ്രദേശമായ ഭൂദാനം. 65 ലക്ഷം രൂപ മുതൽ മുടക്കി നിർമ്മിച്ചിരിക്കുന്ന ഈ ജലസേചന പദ്ധതിയിലൂടെ 500ഓളം കുടുംബങ്ങൾക്ക് ജലമെത്തിക്കുവാൻ ഈ നഗരസഭയ്ക്ക് ഇന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഈ നഗരസഭയിൽ ജലദൗർലഭ്യം അനുഭവപ്പെടുന്ന മറ്റൊരു പ്രദേശമായിരുന്നു ചോലക്കണ്ടി. 58 ലക്ഷം രൂപ മുതൽ മുടക്കി നിർമ്മിച്ചിരിക്കുന്ന 0.1 MLD ചോലക്കണ്ടി ജലസേചന പദ്ധതിയിലൂടെ 500ലധികം കുടുംബങ്ങൾക്ക് ജലമെത്തിക്കാൻ ഈ നഗരസഭയ്ക്ക് ഇന്ന് കഴിഞ്ഞിട്ടുണ്ട്. സമ്പൂർണ്ണ ചേരി നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ ഭാഗമായി IHSDP പദ്ധതിയിൽ ഉൾപ്പെടുത്തി 638 പുതിയ വീടുകൾ ഇവിടെ നിർമ്മിച്ചു നൽകിയിരിക്കുന്നു. ഇവിടെ കുടുംബശ്രീ പ്രവർത്തനങ്ങൾക്കും നല്ല രീതിയിൽ പ്രോത്സാഹനം നൽകുന്നു. കേവല ദാരിദ്ര്യ ലഘൂകരണം എന്ന നിലയ്ക്ക് തുടങ്ങിയ പ്രസ്ഥാനം വഴി യഥാർത്ഥ സ്ത്രീ ശാക്തീകരണവും ദരിദ്ര ജനവിഭാഗങ്ങളുടെ സമഗ്ര പുരോഗതിയും കൈവരിക്കുവാൻ ഈ നഗരസഭയ്ക്ക് കഴിയുന്നു. മൈക്രോ ക്രെഡിറ്റായി 287 ലക്ഷം രൂപ ഇതിനോടകം തന്നെ ഇവിടെ സമ്പാദിച്ചു കഴിഞ്ഞു. നഗരസഭയിൽ 30 ഗ്രൂപ്പ് യൂണിറ്റുകളും 448 വ്യക്തിഗത സംരംഭങ്ങളും പ്രവർത്തിച്ചു വരുന്നു.
പൂർണ്ണമായ ജനപങ്കാളിത്തത്തോടെ വികസന പദ്ധതികൾ നടപ്പിലാക്കുക എന്നതാണ് നഗരസഭയുടെ ലക്ഷ്യം. സ്ത്രീകൾ പുരുഷന്മാരോടൊപ്പം നിന്ന് പണിയെടുക്കുകയും ഉന്നതമായ സാമൂഹ്യ പദവികൾ അലങ്കരിക്കുകയും ചെയ്യുന്നു എന്നത് പുതിയ കാര്യമല്ല. ഉൾഗ്രാമങ്ങളിൽ പോലും സമത്വത്തിന്റെ ഈ വെളിച്ചം ഏറെയും കുറഞ്ഞും എത്തിക്കഴിഞ്ഞു. സ്ത്രീ ശാക്തീകരണത്തിന് തൊഴിലിടങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഒറ്റപ്പാലം നഗരസഭ ഇക്കാര്യത്തിൽ മാതൃകയാവുകയാണ്. സർവ്വമേഖലയിലും ലിംഗസമത്വം എന്ന വിശാലമായ ലക്ഷ്യത്തോടെയാണ് ഇവരുടെ പ്രവർത്തനം. ദീർഘകാലത്തേക്ക് തന്നെ ഒരു സമൂഹത്തിന്റെ ഗതിയെ നിർണയിച്ചേക്കാവുന്ന ഈ പ്രക്രിയയുടെ ആദ്യ പടവുകൾ നഗരസഭ കയറിക്കഴിഞ്ഞു. വിവിധ മേഖലകളിൽ സജീവമായ വനിതാ സംഘങ്ങൾ രൂപീകരിച്ചുകൊണ്ടാണ് ഇത് സാധ്യമാക്കിയത്. നഗരസഭാ പ്രദേശത്തെ മുഴുവൻ പേർക്കും ആരോഗ്യ പരിശോധന ഒരുക്കുകയാണ് സാന്ത്വനം കുടുംബശ്രീ യൂണിറ്റിലെ 4 സംഘം. ലാബ് ടെക്നീഷ്യന്മാരായ ഇവർ വീടുകളിലെത്തി വിവിധ പരിശോധനകൾ നടത്തുന്നു. രക്തസമ്മർദ്ദം, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് തുടങ്ങി ജീവിതശൈലി രോഗങ്ങളുടെ പരിശോധനയാണ് പ്രധാനം. ദിവസം 15 വീടുകൾ എന്ന തോതിലാണ് പര്യടനം. നഗരസഭയിലെ മാലിന്യ സംസ്കരണശാലയിലെ മാലിന്യം വേർതിരിക്കാൻ ജോലി പൂർണ്ണമായും കുടുംബശ്രീയെ ഏൽപ്പിച്ചിരിക്കുന്നു. 20 പേരടങ്ങുന്ന സംഘമാണ് ഇവിടെ പണിയെടുക്കുന്നത്. സ്ത്രീകൾ ആത്മവിശ്വാസത്തോടു കൂടി ജോലി ചെയ്യുന്ന ഒറ്റപ്പാലത്തൊരു കുടുംബശ്രീ യൂണിറ്റാണിത്. ഇവിടെ 8ഓളം സ്ത്രീകളാണുള്ളത്. അരിയരച്ച് മാവാക്കി വിൽപ്പനയ്ക്ക് എത്തിക്കുകയാണിവർ. മാവ് നിർമ്മാണ യൂണിറ്റ് ഇന്ന് ലാഭകരമായ അവസ്ഥയിലാണ്. സമീപ ഗ്രാമങ്ങളിലെ കടകളിലും മറ്റുമാണ് ഇവർ അരിമാവ് വിൽപ്പനയ്ക്കെത്തിക്കുന്നത്. നഗരസഭയുടെ സഹായത്തോടെ അടുത്തിടെ സ്ഥാപിച്ച തുണിയലക്കൽ യൂണിറ്റാണിത്. 2 വാഷിംഗ് മെഷീനുകൾ ഉപയോഗിച്ച് ദിവസവും നിശ്ചിത സമയം ഇവർ തുണികൾ കഴുകുന്നു. 7 പേരാണ് ഈ യൂണിറ്റിൽ ജോലി ചെയ്യുന്നത്. യൂണിറ്റ് തുടങ്ങാൻ എടുത്ത ലോണിന്റെ അടവും കഴിഞ്ഞ് ചെറിയൊരു തുക ഇവർക്കിപ്പോൾ വരുമാനമായി ലഭിക്കുന്നുണ്ട്. എക്കോ ഫ്രണ്ട്സ് എന്ന കുടുംബശ്രീ യൂണിറ്റാണിത്. രാവിലെ 5 മണി മുതൽ 10 മണി വരെ നഗരസഭാ പ്രദേശത്തെ നിശ്ചിത സ്ഥലങ്ങളിൽ ഇവർ മാലിന്യ ശേഖരണത്തിനായി എത്തും. പിന്നീട് 1 മണിവരെ റോഡുകളിലുള്ള കാട് വെട്ടിത്തെളിക്കുന്ന ജോലി. കഴിഞ്ഞ വർഷം പാലക്കാട് ജില്ലയിലെ ഏറ്റവും മികച്ച കുടുംബശ്രീ യൂണിറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് എക്കോ ഫ്രണ്ട്സ് ആയിരുന്നു. ചിട്ടയായ പ്രവർത്തനത്തിലൂടെയാണ് ഈ അംഗീകാരം നേടിയെടുത്തതെന്ന് ഇവർ പറയുന്നു. ഇതേ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന 2 കുടുംബശ്രീ യൂണിറ്റുകൾ കൂടി നഗരസഭയിലുണ്ട്. ഒറ്റപ്പാലം സർക്കാർ ആശുപത്രിയോടനുബന്ധിച്ചുള്ള കുടുംബശ്രീ ക്യാന്റീൻ ഈ പ്രദേശത്ത് പേരുകേട്ട ഒന്നാണ്. നല്ല സ്വാദം, നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന അതേ രുചി ഇവിടെയുള്ള രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഇവിടുത്തെ കുടുംബശ്രീ യൂണിറ്റുകാർ നൽകുന്നത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന അതേ സ്വാദിലുള്ള ഊണാണ്. സ്വാദിഷ്ടമായ ഭക്ഷണം നൽകി ഇവർ നാട്ടുകാർക്കിടയിൽ നല്ല അഭിപ്രായമുണ്ടാക്കിയിരിക്കുന്നു. ലാഭകരമായി പ്രവർത്തിക്കുന്ന ഈ യൂണിറ്റിൽ 10ഓളം സ്ത്രീകളാണ് ജോലി ചെയ്യുന്നത്. നഗരസഭയുടെ നേതൃത്വത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന് നടപ്പാക്കിയ പദ്ധതികൾ അവസാനിക്കുന്നില്ല. ബസ് സ്റ്റാൻഡിന് സമീപമുള്ള കരിക്ക് സെന്റർ, കമ്പ്യൂട്ടർ സെന്റർ, പാള നിർമ്മാണ യൂണിറ്റ് തുടങ്ങി സുഘടിതമായൊരു പ്രസ്ഥാനമായി അത് മാറിക്കഴിഞ്ഞു. പാരമ്പര്യ തൊഴിൽ മേഖലകളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ കൈത്തറിക്കും മൺപാത്ര നിർമ്മാണത്തിനും നഗരസഭ സഹായം അനുവദിച്ചു. കൈത്തറിക്ക് ഒരു യൂണിറ്റിന് 40,000 എന്ന രീതിയിൽ 4 യൂണിറ്റുകൾക്കാണ് ധനസഹായം നൽകിയത്. മൺപാത്ര നിർമ്മാണത്തിനാകട്ടെ ആധുനിക ഉപകരണങ്ങൾ നൽകിയും ധനസഹായം നൽകിയുമാണ് നഗരസഭ ഇടപെടൽ നടത്തിയത്. 25,000 രൂപ വീതം 12 കുടുംബങ്ങൾക്ക് നൽകിയെങ്കിലും ഈ മേഖല കൂടുതൽ പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നതെന്ന് ഇവിടത്തുകാർ പറയുന്നു. മൺപാത്ര നിർമ്മാണത്തിനുള്ള കളിമണ്ണ് ആവശ്യത്തിന് ലഭിക്കാൻ പാടങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുമോ എന്നതാണ് ഇപ്പോൾ നഗരസഭ ആലോചിക്കുന്നത്. പൊന്നാനി നഗരസഭയിൽ ജനസംഖ്യയുടെ 44% ചേരി സമാനമായ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരാണ്. ഏകദേശം 4,000-ഓളം ഭവനരഹിതരുള്ള പൊന്നാനി നഗരസഭ നേരിടുന്ന ഗുരുതരമായ പ്രശ്നമാണ് പാർപ്പിട പ്രശ്നം. ഇതിനൊരു ശാശ്വത പരിഹാരം കാണുവാനുള്ള ശ്രമത്തിലാണ്
നഗരസഭ IHSDP ഭവന പദ്ധതിയിലൂടെ. ഇത് ഫിഷർമെൻ കോളനി. ഏറ്റവും കൂടുതൽ കടലാക്രമണ ഭീഷണി നേരിടുന്ന അഴീക്കൽ മുതൽ പുതുപൊന്നാനി അഴിമുഖം വരെയുള്ള 120ഓളം കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കുന്നതിനായി നഗരസഭ നിർമ്മിച്ചു നൽകാൻ പോകുന്ന ഒരു കോളനിയാണിത്. ഏകദേശം 10 മീറ്റർ മാത്രം അകലമാണ് ഈ കടലും ഇവരുടെ വീടും തമ്മിലുള്ളത്. രൂക്ഷമായ കടലാക്രമണ ഭീഷണി നേരിടുന്ന തീരദേശവാസികളെയും അരക്ഷിതരായ പുറമ്പോക്ക് നിവാസികളെയും പുനരധിവസിപ്പിക്കുന്നതിന് നഗരസഭയുടെ സ്വന്തം സ്ഥലത്ത് 229 ഭവനങ്ങൾ പണിയുന്നത് കൂടാതെ EMS ഭവന പദ്ധതിയിലൂടെ 402 ഭവനരഹിതർക്ക് വീട് നിർമ്മിക്കുവാൻ ധനസഹായം നൽകിയിരിക്കുന്നു. പൊന്നാനി നഗരസഭ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി കാർഷിക വികസന പദ്ധതിക്കും കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നു. ഇവിടെ ഏകദേശം 30% ആളുകളും കൃഷി ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഇവരെല്ലാവരും കൊയ്ത്തുപാട്ടിന്റെ ഈണത്തിലാണ്. വീടില്ലാത്തവർക്ക് വീടും കർഷകർക്ക് കാർഷിക സൗകര്യങ്ങളും നൽകി വികസന പ്രവർത്തനങ്ങളിൽ ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുകയാണ് ഈ നഗരസഭ. ഓരോ മഹായാത്രയും ഒരു ചെറു ചുവടുകൊണ്ടാണ് ആരംഭിക്കുന്നത്. പുനലൂരിനെ ശുചിത്വ നഗരമാക്കുക എന്ന മഹത്തായ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യ ചുവടാണ് സ്വീപ്പ് എന്ന പദ്ധതി. പുനലൂർ മുനിസിപ്പാലിറ്റിയുടെ എല്ലാ ഭാഗങ്ങളിലും നമുക്ക് സ്വീപ്പിന്റെ പ്രവർത്തകരെ കാണാം. മാലിന്യ ശേഖരണത്തിന്റെ ഭാഗമായി മുനിസിപ്പാലിറ്റിയിലെ എല്ലാ കടകളിലും വീടുകളിലും ബക്കറ്റുകൾ മുനിസിപ്പാലിറ്റി നൽകിയിട്ടുണ്ട്. ഇതിനുവേണ്ടി ചെറിയൊരു ഫീസ് ഈടാക്കുന്നു. അതിരാവിലെ തന്നെ സ്വീപ്പ് പദ്ധതിയുടെ ഭാഗമായി ശുചീകരണ പ്രവർത്തകർ പുനലൂരിന്റെ തെരുവുകളിലെത്തും. 9:30 നഗരം വൃത്തിയാക്കി ഇവർ മടങ്ങുന്നു. ഇതൊരു വലിയ മാർക്കറ്റാണ്. ഇവിടെ ധാരാളം കച്ചവടം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് മാലിന്യം ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ മാലിന്യങ്ങൾ ഇവിടുന്ന് ശേഖരിക്കാൻ മുനിസിപ്പാലിറ്റി വളരെ വിപുലമായ സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇതാ കണ്ടില്ലേ? മുനിസിപ്പാലിറ്റിയുടെ മാർക്കറ്റിലെ ബയോഗ്യാസ് പ്ലാന്റ് ആണിത്. ഇവിടുത്തെ അറവു മാലിന്യങ്ങൾ ഇതിലാണ് നിക്ഷേപിക്കുന്നത്. 2 കോടി രൂപ മുതൽ മുടക്കി നഗരസഭ നിർമ്മിക്കുന്ന അത്യാധുനിക ഖരമാലിന്യ സംസ്കരണ പ്ലാന്റ് പ്രവർത്തന സജ്ജമാകുമ്പോഴേക്കും പുനലൂരിന് ഒരു പുതിയ ശുചിത്വശീലം സൃഷ്ടിക്കാനുള്ള പദ്ധതിയാണ് സ്വീപ്പ്. പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കാനുള്ള സാമൂഹ്യ യജ്ഞമായി വിഭാവനം ചെയ്തിട്ടുള്ള സ്വീപ്പ് പദ്ധതിക്ക് 3 പ്രധാന ഘട്ടങ്ങളുണ്ട്. നിലവിലുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയാണ് 1ാം ഘട്ടം. ഈ ഘട്ടത്തിൽ പ്ലാസ്റ്റിക് ഉപയോഗം കുറച്ചുകൊണ്ടുവരാനും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യാനും പ്രത്യേക പദ്ധതി നടപ്പാക്കും. സാമൂഹ്യ ബോധത്തിലൂന്നിയ ഒരു ശുചിത്വശീലം വളർത്തിയെടുക്കാനുള്ളതാണ് 2ാം ഘട്ടം. 3ാം ഘട്ടത്തിൽ സുസ്ഥിരമായ ഒരു മാലിന്യ നിർമ്മാർജ്ജന സമ്പ്രദായം നടപ്പാക്കുകയാണ് ലക്ഷ്യം. ഹോട്ടലുകളിൽ നിന്നും പുനലൂരിലെ സ്ഥാപനങ്ങളിൽ നിന്നുമൊക്കെ എല്ലാത്തരം വേസ്റ്റുകളും ശേഖരിക്കുന്നത് ഈ ചേച്ചിമാരാണ്. പുനലൂർ നഗരസഭയിലെ ഡോക്വ പദ്ധതിയുടെ വോളണ്ടിയേഴ്സ് ആണ് ഇവരെല്ലാവരും തന്നെ. മഴയാണെങ്കിലും വെയിലാണെങ്കിലും നഗരം ശുചിയാക്കാൻ ഇവരെപ്പോഴും ഉണ്ടാകും. ഈ മഴ പെയ്യുന്ന സമയത്ത് പോലും ഇവർ തങ്ങളുടെ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. കുടുംബശ്രീയിൽ നിന്നും പ്രത്യേകം തെരഞ്ഞെടുത്ത അംഗങ്ങളാണ് ഇവരെല്ലാവരും തന്നെ. ഇവിടെ ഇപ്പോൾ നല്ല മഴയാണ്. ഇതാണ് പുനലൂരിലെ മാലിന്യ നിക്ഷേപ കേന്ദ്രം. ഇവിടെയാണ് ഇവർ മാലിന്യം നിക്ഷേപിക്കുന്നത്. റോഡുകളിൽ നിന്നും വീട്ടിൽ നിന്നും ടൗണിൽ നിന്നും എല്ലാം ശേഖരിക്കുന്ന മാലിന്യം ഈ കേന്ദ്രത്തിലാണ്